ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്നൊരു ഈസി പീസി ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ പിന്നെ ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിയാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും പിന്നെ ഒരു 2 കറിവേപ്പില ഇടുന്നുണ്ടേ. ഇത് നമ്മളെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൂട്ടും. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി വെക്കുക. ഇനി കുക്കർ മൂടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം. അപ്പോൾ ഇനി വിസിലൊന്നും വരുമൊന്നും വേണ്ട. നല്ലോണം ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ ഉള്ളിയും 1.5 തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാനിവിടെ പ്രോൺസ് എല്ലാം ക്ലീനാക്കി മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിനെ. മസാല എന്ന് പറയാൻ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം കുരുമുളക് പൊടി മാത്രമാണ് ഇട്ട് വെച്ചത്. ഇനി ഇതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ടുണ്ടായിനി. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തക്കാളി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് തക്കാളിയെല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടുകൊടുക്കാം. മല്ലിയില കുറച്ചധികവും പുതിനയില കുറച്ച് കുറവായിട്ടാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സ്പൂണ് തൈരും പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ചെമ്മീൻ ഓൾറെഡി വെന്തതാണ്, എന്നാലും അതിൻ്റെ മസാലയൊക്കെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ മസാലയെല്ലാം നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിനി ഇത് റൈസൊക്കെ ഇട്ടിട്ട് ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ആദ്യം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ചോറും ഇട്ടിട്ടാണ് ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഫുള്ള് മസാല ഇട്ടിട്ട് അതിന് മുകളിൽ മൊത്തത്തിൽ ചോറിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലെയറായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ മസാലയും ചോറും എല്ലാം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ നെയ്യും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓനിയൻസും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്
ദം ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.